സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 4ാം ദിനം വേദികൾ ഉണർന്നു. 684 പോയിന്റുകളുമായി കണ്ണൂർ 1ാം സ്ഥാനത്ത് തുടരുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി ഇപ്പോൾ കലോത്സവ നഗരിയിൽ നിന്നും രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, എങ്ങനെയാണ് അവിടുത്തെ മത്സരങ്ങൾ പുരോഗമിക്കുന്നത്? ഏതൊക്കെ മത്സരങ്ങളാണ് നിലവിൽ വേദികളിൽ നടക്കുന്നത്? കീർത്തി, ഏതാണ്ട് 73% മത്സരങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഇനി 63 ഇനങ്ങൾ മാത്രമാണ് പൂർത്തീകരിക്കാനുള്ളത്. ഈ 63 ഇനങ്ങളിലേക്ക് ഇനി എത്തുമ്പോഴാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം, വീറും വാശിയും നിറഞ്ഞ പോരാട്ടമാണ്. ഓരോ ജില്ലയിൽ നിന്നെത്തിയവർ പരമാവധി അവരുടെ പോയിന്റ്സ് കൂട്ടുന്നതിൻ്റെ വ്യഗ്രതയിലാണ്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു കണക്ക് നോക്കുമ്പോൾ ഏതാണ്ട് കണ്ണൂർ ജില്ല ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നു. കണ്ണൂർ 684 പോയിന്റ്, 673 പോയിന്റുമായി പാലക്കാടും കോഴിക്കോടും ഒപ്പത്തിനൊപ്പം നിൽക്കുക 2ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ഇത് കഴിഞ്ഞ തവണയും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പിന്നീടാണ് കോഴിക്കോട് ഒരു കുതിപ്പ് ഉണ്ടാക്കിയത്. ഇക്കുറി അങ്ങനെ ഒരു കുതിപ്പിന് കോഴിക്കോടിനെ അനുവദിക്കുമോ, അതോ പാലക്കാടും കണ്ണൂരും തന്നെ കിരീടം കൊണ്ടുപോകുമോ? ചോദ്യങ്ങൾ നിരവധിയാണ്. ഇതിനൊക്കെ ഉത്തരം ഇനി നാളെ വൈകിട്ടോടുകൂടി അതിന് ഉത്തരം കിട്ടും. മമ്മൂക്ക, നമ്മുടെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മമ്മൂക്കയായിരിക്കും ഈ സ്വർണ്ണക്കപ്പ് സമ്മാനിക്കുക. അപ്പോഴറിയാം ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ. ഈ നിലവിലുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് പ്രകാരം കൊല്ലം ജില്ലയിൽ 24 വേദികളിലായി കഴിഞ്ഞ ഇന്നലത്തെ ഒരു ദിവസം മാത്രം 75,000 പേരുടെ ഒരു ജനസഞ്ചയം വിവിധ വേദികളിൽ എത്തിയിരുന്നു. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് 1ാം വേദിയായ ONV സ്മൃതി, ഇവിടെ മാത്രം ഏതാണ്ട് 20,000-ലധികം ആളുകൾ, 10,000 കസേര മാത്രം ഇരിപ്പിടമുണ്ട്. അതേസമയം അതിൻ്റെ പുറത്തെല്ലാം കൂടി ഏതാണ്ട് 20,000 പുറത്തുള്ള ആളുകളാണ് കൊല്ലം ഈ 1ാം വേദിയായ ആശ്രാമം മൈതാനിയിലേക്ക് എത്തിച്ചേർന്നത്. ഇതുവരെ അഭൂതപൂർവമായ ഒരു റെക്കോർഡ് തിരക്കിലേക്ക് കൊല്ലം ജനത ഈ നമ്മുടെ സംസ്ഥാന കലോത്സവത്തെ ഏറ്റെടുത്തു കഴിഞ്ഞു. കീർത്തി. ശരി, രാജ്കുമാറാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.